ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഭാഗത്തിൽ നമ്മൾ എല്ലാ ഒരു പോയിൻ്റ് പോലും വിടാതെ പഠിക്കുന്നുണ്ട്. ഒരു റിവിഷനായിട്ടോ അല്ലെങ്കിൽ ഒരു റീകളക്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയോയാണിത്. പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കും, നിങ്ങൾക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1894 മെയ് 19 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത്. എന്നാണ് വർഷം ഇപ്പം തന്നെ പഠിച്ചോക്കാം. 1894 മെയ് 19. 1894 മെയ് 19. 1894 മെയ് 19 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത്. 1895 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിച്ചു. അപ്പം 1894 മെയ് 19 നാഷണൽ ബാങ്ക് സ്ഥാപിതമായി. 1895 ഏപ്രിൽ 12 1895 ഏപ്രിൽ 12 ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 12 എന്ത് ചെയ്തു? ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ്. 2020 ഏപ്രിൽ 1 ശേഷമുള്ള ബാങ്ക് ലയനത്തോടെയാണ് കേട്ടോ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാരെന്ന് വെച്ചാൽ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ലാലാ ലജ്പത് റായ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് എന്തെന്നറിയപ്പെടുന്നത്? പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സ്ഥാപിച്ച ആരാണ്? അപ്പു നെടുങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. നെടുങ്ങാടി ബാങ്ക് സ്ഥാപിക്കപ്പെട്ട എന്നാണ്? 1899. ഈ വർഷങ്ങളോടൊപ്പം ഓർത്തിരിക്കാൻ പറ്റിയൊരു വർഷമാണ് 1899. അപ്പോൾ 1894 മെയ് 19 എന്ത് സ്ഥാപിതമായി? പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായി. 1895 ഏപ്രിൽ 12 എന്ത് ചെയ്തു? പ്രവർത്തനം ആരംഭിച്ചു. 1899 നെടുങ്ങാടി ബാങ്ക്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് അതാണ്, അത് നെടുങ്ങാടി ബാങ്കാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 2003 നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. 2003 എന്ത് ചെയ്തു? നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. 2019 സെപ്റ്റംബറിൽ പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കാണ് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പം 2019 സെപ്റ്റംബറിൽ പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കാണ് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് തുടങ്ങിയത് ന്യൂഡൽഹിയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് തുടങ്ങിയത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആരംഭിച്ചത്? 125ാം വാർഷികമാണ് ആചരിച്ചത്. 2019 125ാം വാർഷികം ആചരിച്ചു. അടുത്ത ലീഡ് ബാങ്ക് എന്ന് നോക്കാം. ഇന്ത്യയിലെ ഓരോ ജില്ലയുടെയും വികസനത്തിനായി RBI ഒരു ബാങ്കിനെ, ഒരു പൊതുമേഖല അല്ലെങ്കിൽ ഒരു സ്വകാര്യ മേഖല ബാങ്കിനെ ലീഡ് ബാങ്കായി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഓരോ ജില്ലയുടെയും വികസനത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? RBI ഒരു ബാങ്കിനെ, ഒരു സ്വകാര്യ മേഖലയാകാം, അതൊരു പൊതുമേഖല ബാങ്കാവോ, ഒരു ലീഡ് ബാങ്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രൊഫസർ DR ഗാഡ്ഗിൽ ആണ് ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. അപ്പം പ്രൊഫസർ DR ഗാഡ്ഗിലാണ് കേട്ടോ. പ്രൊഫസർ DR ഗാഡ്ഗിലാണ് ലീഡ് ബാങ്ക് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. പ്രൊഫസർ DR ഗാഡ്ഗിലാണ് ലീഡ് ബാങ്കിൻ്റെ സ്കീം നിർദ്ദേശിച്ച RBI ഗ്രൂപ്പിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. 1969 ഡിസംബറിലാണ് ലീഡ് ബാങ്ക് സ്കീം RBI നടപ്പിലാക്കിയത്. 1969 ഡിസംബറിലാണ് ലീഡ് ബാങ്ക് സ്കീം നടപ്പിലാക്കിയത്? നമ്മുടെ RBI നടപ്പിലാക്കിയത്. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഭാഗമായി RBI സർവീസ് ഏരിയ അപ്രോച്ച് നടപ്പിലാക്കിയത് 1989. സർവീസ് ഏരിയ അപ്രോച്ച് നടപ്പിലാക്കിയത് 1989. SAA പ്രകാരം ഓരോ ബാങ്കും, അതായത് സർവീസ് ഏരിയ അപ്രോച്ച് പ്രകാരം ഓരോ ബാങ്കും അവയ്ക്ക് കീഴിൽ 15 മുതൽ 25 ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് അവയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. SAA പ്രകാരം എന്ത് ചെയ്യണം? സർവീസ് ഏരിയ അപ്രോച്ച് പ്രകാരം എന്ത് ചെയ്യണം? ഓരോ ബാങ്കും അതിൻ്റെ കീഴിൽ 15 മുതൽ 25 ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് അവയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണം. ജില്ലകളും ലീഡ് ബാങ്കുകളും നോക്കാം. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ലീഡ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഏത് ബാങ്കാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ലീഡ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്.
ഓവർസീസ് ബാങ്കാണ് തിരുവനന്തപുരത്ത് ലീഡ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. കൊല്ലത്ത് ഇന്ത്യൻ ബാങ്കാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ ഇന്ത്യൻ ബാങ്കാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിൽ ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, SBI ആണ് കേട്ടോ. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നിവ SBI ആണ്. ഇടുക്കി, എറണാകുളം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇടുക്കിയും എറണാകുളത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലീഡ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ മലബാർ ഏരിയയിലോട്ടുള്ളത് കാനറ ബാങ്കാണ് കേട്ടോ. മലബാർ ഏരിയയിലേക്കുള്ളത് കാനറ ബാങ്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണെന്ന് നോക്കാം. 2014 ശ്രീ നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് ജൻധൻ യോജന എന്നറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നാണ് ആരംഭിച്ചത്? 2014 ആരംഭിച്ചത്. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് 2014 ഓഗസ്റ്റ് 28. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന ഉദ്ഘാടനം ചെയ്തത്. പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉറപ്പാക്കൽ, ബാങ്ക് അക്കൗണ്ടുകൾ ഉറപ്പാക്കൽ, സാമ്പത്തിക ശാക്തീകരണം, സാമ്പത്തികമായി ഉൾപ്പെടുത്തൽ എന്നിവയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നറിയപ്പെടുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ട്, റൂപേ കാർഡ്, 10,000 രൂപ വരെ ഓടി, ധനപരമായ വിജ്ഞാനം എന്നിവ ഇതിൻ്റെ സവിശേഷതയാണ്. അതായത് സീറോ ബാലൻസ് അക്കൗണ്ട്, റൂപേ കാർഡ്, 10,000 രൂപ വരെ ഓടി, ധനപരമായ വിജ്ഞാനം എന്നിവ എന്തിൻ്റെ ഇതാണ്? നമ്മുടെ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഭാഗമാണ്. ഇത് ഗ്രാമീൺ ബാങ്കുകൾ നോക്കാം. RRB ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീണ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. RRB എന്നറിയപ്പെടുന്നത്. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. നമ്മൾ പഠിച്ചു കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ശ്രീറാം കമ്മിറ്റിയാണ്. പ്രൊഫസർ SR ശ്രീറാം കമ്മിറ്റിയാണ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതാണ്? നമ്മൾ പഠിച്ചു RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹ കമ്മിറ്റി. ഇവിടുന്ന് തന്നെ പഠിച്ചു നോക്കുക. റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. 1975 ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമാകുന്നത്. എന്നാണ്? 75. വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1975 1975 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമാകുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976 അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976 അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായിട്ടാണ് ഗ്രാമീൺ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത്. അപ്പം കേന്ദ്ര സർക്കാരുണ്ട്, അതുപോലെ തന്നെ സ്പോൺസർ ബാങ്ക് ഉണ്ട്, പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമീൺ ബാങ്ക് പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഒരു ഗ്രാമീൺ ബാങ്കിൽ 50%, 35%, 15% എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, സ്പോൺസർ ബാങ്ക്, സംസ്ഥാന സർക്കാർ എന്നിവരുടെ ഓഹരി അനുപാതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 50% കേന്ദ്ര സർക്കാരാണ്, 35% എന്ന് പറയുന്ന സ്പോൺസർ ബാങ്കാണ്, 15% സംസ്ഥാന സർക്കാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്, മൊറാദാബാദ്, ഉത്തർപ്രദേശ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് എവിടെയാണ്? മൊറാദാബാദ്, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് എവിടെയാണ്? മൊറാദാബാദ്, ഉത്തർപ്രദേശിലാണ്. കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതെന്ന് വെച്ചാൽ ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലുത് കേരള ഗ്രാമീൺ ബാങ്കാണ്. 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകൃതമായത്. എന്നാണ്? 2013 ജൂലൈ 8 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് എന്ന് വെച്ചാൽ അത് കേരള ബാങ്കാണ്. അതുപോലെ തന്നെ 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്കാണ് 2013 ജൂലൈ 8 രൂപീകൃതമായത്. കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയനഫലമായി നിലവിൽ വന്ന ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അടുത്ത് സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനസ് ആരംഭിച്ച സംരംഭമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്നത്. എന്നാണ്? 1983. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യൂനസും ചേർന്ന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയാണ്. 2006 എന്ത് ചെയ്തു? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. പാവങ്ങളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസാണ്. മുഹമ്മദ് യൂനസിൻ്റെ പുസ്തകങ്ങൾ എന്താണ്? ബാങ്കർ ടു ദി പുവർ, ദ സ്റ്റോറി എന്ന് പറയുന്നത്. ബാങ്കർ ടു ദി പുവർ, ദ സ്റ്റോറി ഓഫ് ദ ജർമ്മൻ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഗ്രാമീൺ ബാങ്ക് കേട്ടോ. ബാങ്കർ ടു ദ പുവർ, ദ സ്റ്റോറി ഓഫ് ഗ്രാമീൺ ബാങ്ക്, ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ്, എ വേർഡ് ഓഫ് ത്രീ സീറോസ്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് അറിയപ്പെടുന്നത്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ കാനറ ബാങ്കാണ് കേട്ടോ. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ഏതാണ്? അത് നമ്മൾ കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൻ്റെ വിഹിതം എത്രയാണ്? 35%. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്, അല്ലെ? UP ആണ്. നമ്മുടെ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്കുള്ള ഉത്തർപ്രദേശിലാണ്. ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ സിക്കിം, ഗോവ എന്നിവയാണ്. ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിമും ഗോവയുമാണ്.
അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നബാർഡാണ് കേട്ടോ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്നറിയപ്പെടുന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ് എന്നറിയപ്പെടുന്നത്. നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. നബാർഡ് ബാങ്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. നബാർഡ് ഒരു വികസന ബാങ്കാണ്. നബാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വികസന ബാങ്കാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. നബാർഡ് ഒരു വികസന ബാങ്കാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് സ്ഥാപനമാണ്. എന്താണ് നബാർഡ് എന്ന് പറയുന്നത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് സ്ഥാപനമാണ്. സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് സ്ഥാപനമാണ്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12-നാണ്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12-ന്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ശിവരാമൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. കമ്മിറ്റി ടു റിവ്യൂ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പം കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നേതൃത്വം നൽകിയത് ബി ശിവരാമനാണ് കേട്ടോ. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബി ശിവരാമനാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ് എന്നറിയപ്പെടുന്നത്. ചെറുകിട വായ്പകളുടെ നിയന്ത്രണം എന്നറിയപ്പെടുന്നത് നമ്മുടെ നബാർഡാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് നബാർഡ് ലക്നൌവിൽ സ്ഥാപിച്ചു. കേരളത്തിലെ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. റീജിയണൽ ഓഫീസ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ഷാജി KV എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. 2020 ജൂലൈയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി നൽകിയത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് 2020 എന്ത് ചെയ്തു? 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. നബാർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശീലന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് 1986 സ്ഥാപിതമായ സ്ഥാപനമാണ് നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നബാർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശീലന ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനായി 1986 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ ബാങ്ക് സ്റ്റാഫ് കോളേജാണ്. നബാർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് BIRD എന്നറിയപ്പെടുന്നത്. നബാർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് BIRD എന്നറിയപ്പെടുന്നത്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലും വിദേശത്തും കാർഷിക ഗ്രാമീണ വികസന ബാങ്കിംഗ് മേഖലയിൽ പരിശീലനം, ഗവേഷണം, കൺസൾട്ടൻസി സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ളൊരു സ്ഥാപനമാണ് BIRD എന്നറിയപ്പെടുന്നത്. അതാണ് ഇന്ത്യയിലും വിദേശത്തും കാർഷിക ഗ്രാമീണ വികസന മേഖലയിൽ അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ പരിശീലനവും ഗവേഷണവും കൺസൾട്ടൻസി സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ളൊരു സ്ഥാപനമാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് BIRD എന്നറിയപ്പെടുന്നത്. BIRD നിലവിൽ വന്നതാണ് 1983-ലാണ്. 1983 നിലവിൽ വന്നു. ആസ്ഥാനം ലക്നൗ ആണ്. അടുത്ത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നോക്കാം. നബാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ RIDF ആണ് നമ്മുടെ എന്തെന്നറിയപ്പെടുന്നത്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. അതായത് നബാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. 1995-96 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് RIDF ആരംഭിച്ചത്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആരംഭിച്ചത് 1995-96 കാലഘട്ടത്തിൽ. അടുത്ത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ചെയ്തു? സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് വായ്പകൾ ലഭ്യമാക്കുക എന്നതാണ് RIDFൻ്റെ ലക്ഷ്യം. RIDF രൂപീകരിച്ച സമയത്ത് 2000 കോടി രൂപയായിരുന്നു വായ്പ ശേഖരിച്ചിരുന്നത്. 2000 കോടി രൂപ. 2021-22 കാലയളവിൽ അത് 40,490.95 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഒന്ന് വായിച്ചൊരു അറിവുണ്ടായിരുന്നാൽ മാത്രം മതി. നിലവിൽ RIDF കൃഷി അനുബന്ധ മേഖലകൾ, സാമൂഹ്യ മേഖല, ഗ്രാമീണ കണക്ടിവിറ്റി എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കി 37 ഘടകങ്ങളിൽ ലോൺ നൽകുന്നു. 37 ഘടകങ്ങൾ എന്ത് ചെയ്തു? ലോൺ നൽകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല എന്ന് വെച്ചാൽ അത് തൃശ്ശൂരാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ
സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്ന് വെച്ചാൽ ഏതാണ്? അത് നമ്മുടെ തൃശ്ശൂരാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് തൃശ്ശൂർ. സംസ്ഥാനത്തെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് ആലപ്പുഴ. 5ാമത്തെ ആരാണ്? ആലപ്പുഴയാണ്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്ക് ജില്ലയാണ് പാലക്കാട്. എല്ലാ കുടുംബത്തിലെയും ഒരംഗത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്ക് ജില്ലയാണ് എന്നറിയപ്പെടുന്നത് പാലക്കാട് എന്നറിയപ്പെടുന്നത്. ബാഡ് ബാങ്ക് ആൻഡ് നിയോ ബാങ്ക് എന്ന് നോക്കാം. ബാങ്കുകളിൽ നിന്ന് കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി സ്ഥാപിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതാണ് ബാങ്കുകളിൽ നിന്ന് കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി സ്ഥാപിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ രൂപവത്കരിക്കുന്ന നിർദ്ദിഷ്ട ബാഡ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായ മലയാളിയായിരുന്നു പത്മകുമാർ എം നായർ എന്നറിയപ്പെടുന്ന പത്മകുമാർ എം നായർ. പ്രത്യേക ശാഖകളില്ലാതെ തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്നത് നിയോ ബാങ്കുകൾ എന്നാണ്. പ്രത്യേക ശാഖകളില്ലാതെ തികച്ചും ഓൺലൈനായിട്ട്, അതായത് പ്രത്യേക ശാഖകളില്ലാതെ തികച്ചും ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്നത് നിയോ ബാങ്കുകൾ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ നിയോ ബാങ്ക് ഏതാണ്? ACE മണി ന്യൂ ബാങ്ക് ആണെന്നാണ്. ACE മണി ന്യൂ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്.